9 മണി വാർത്ത തുടങ്ങുകയാണ്. ഇന്നലെ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല അവരുമുണ്ട് എന്ന് ജഗദീഷ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെ ലഹരി ഉപയോഗിക്കുന്നവർ സിനിമയിൽ താൻ മാത്രമല്ല, പക്ഷെ പഴി തങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് ഷൈൻ പോലീസിന് മുന്നിൽ പറഞ്ഞത്. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ അടക്കം നമുക്ക് പരിശോധിക്കാം. ഈസ്റ്ററാണ്, എല്ലാവരും ഉയിർപ്പിന്റെ ആഘോഷത്തിലാണ്. പ്രത്യാശയുടെ ഒരു ഈസ്റ്റർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സിനിമാ ലോകം രാസലഹരിയുടെ പിടിയിലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. പല പ്രമുഖ നടന്മാരും ലഹരി ഉപയോഗിക്കുന്നവർ, പഴി പക്ഷേ തനിക്കും മറ്റൊരു നടനും മാത്രമെന്ന് ഷൈൻ. പരിശോധന കാരണം 1 മാസമായി സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടെന്നും മൊഴി. വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ്. താങ്കൾ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? ഞാൻ ഷൈനു വേണ്ടി വിൻസിയോട് ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു. എൻ്റെ മുമ്പിൽ ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ചു പോയിട്ടുള്ളത്. വിൻസി അലോഷ്യസിനെ തള്ളി സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ ന്യൂസ് 18-ൽ. ഷൈനു വേണ്ടി വിൻസിയോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ഷൂട്ട് മുടങ്ങിയത് ഷൈൻ ടോമിന്റെ കണ്ണ് വിങ്ങിയതിനാലെന്നും യൂജിൻ ജോസ് ചിറമേൽ പ്രൈം ഡിബേറ്റിൽ. മലയാള സിനിമയിൽ പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടെന്ന് നടി ഉർവശി ന്യൂസ് 18-നോട്. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യം പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. താരസംഘടന കർശന നടപടിയെടുക്കണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്നും ഉർവശി Q18-ൽ. ക്രിസ്തുദേവന്റെ ഉയിർപ്പിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ ഈസ്റ്റർ പ്രാർത്ഥനകളും പ്രത്യേക ചടങ്ങുകളും. ഈസ്റ്റർ ആശംസയുമായി പള്ളികളിൽ BJP നേതാക്കളുടെ സന്ദർശനം. കാസർകോട്ടെ ലഹരിക്കടിമകളായ യുവാക്കളുടെ ആക്രമണം. പോലീസുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ വരവേൽക്കാൻ ഒരുങ്ങി രാജ്യം. നാളെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. വാൻസ് ഇന്ത്യയിലെത്തുന്നത് വത്തിക്കാൻ സന്ദർശനത്തിന് ശേഷം. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ 1 മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്? 2, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജഗദീഷിന്റെ ഒരു ഡയലോഗ് പോലെ ഞാൻ മാത്രമല്ല അവരും ഉണ്ട്, പക്ഷെ എന്നെ മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങൾ 2 പേർ മാത്രമല്ല എന്ന് പറയുന്ന തരത്തിൽ. പക്ഷേ അപ്പോ ഷൈൻ പറയേണ്ടി വരും ആരൊക്കെ ഉപയോഗിക്കുന്നു, എവിടെയൊക്കെ ഉപയോഗിച്ചു, അതിനെക്കുറിച്ച് അറിയാമോ എന്നതിനും കൂടി ഉത്തരം പറയേണ്ടി വരില്ലേ? ശ്രീജ, എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ ഈ മൊഴി കൂടുതൽ നടന്മാരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയത് ഒരു നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് പോലീസും കണക്കാക്കുന്നത്. കാരണം താൻ മാത്രമല്ല ഈ ലഹരി ഉപയോഗിക്കുന്നത്, സിനിമയിലെ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ നടന്മാരെന്ന് പോലീസിനോട് ഷൈന് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ മൊഴി നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അടുത്ത കാലത്തായി നമ്മൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സമൂഹം ഒന്നടങ്കം അതിനെതിരെ നിൽക്കുമ്പോൾ അത് സിനിമാ മേഖലയിലടക്കം ലഹരി കിട്ടാനുള്ള ഒരു സാഹചര്യം കുറയുന്നുണ്ട്. പരിശോധനകളൊക്കെ ശക്തമായതിനാൽ ലഹരി കിട്ടാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞു എന്നുകൂടി ഷൈൻ പറയുന്നത് ഒരു നല്ല സൂചനയായി കണക്കാക്കണം. കുറച്ചുകൂടി നമ്മൾ ശക്തമായി പോരാടിയാൽ ഈ ലഹരി കണ്ണികളെ തീർച്ചയായും മുറിക്കാൻ കഴിയും. നമ്മുടെ ലഹരിയുടെ വേര് അത് അറുക്കാൻ കഴിയുമെന്ന ഈ ഷൈൻ്റെ
മൊഴിയിൽ കൂടി നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും സിനിമാ മേഖലയിലടക്കം ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, പരിശോധനയൊക്കെ ശക്തമാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കടുത്ത നടപടികളിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് സിനിമാ മേഖലയിൽ മാറിക്കഴിഞ്ഞു എന്നതാണ് ഷൈന്റെ ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി ഷൈൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസ് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. ഷൈൻ നൽകിയ മൊഴികളൊക്കെ ഒന്നുകൂടി പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആണ് വീണ്ടും നാളത്തെ ചോദ്യം ചെയ്യലിൽ അത് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഷൈനോട് എത്താൻ പറഞ്ഞത്. ഷൈന് പറയുന്നത് പ്രകാരം ഈ സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിക്കുന്നത് അസിസ്റ്റന്റുമാരാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഷൈന് ലഹരി എത്തിക്കുന്നത്? ഷൈൻ മാത്രമല്ല, സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ നടന്മാരുൾപ്പെടെയുള്ളവർക്ക് ലഹരി നൽകുമ്പോൾ അവർക്ക് ആരാണ് ഈ ലഹരികൾ എത്തിച്ചു നൽകുന്നതെന്ന് പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഷൈന്റെ മൊഴിയിൽ നിന്നും കൂടുതൽ വ്യക്തത വരുവാനും സാധിക്കുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഷൈൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ അടക്കം പോകണമെന്നൊരു നിർദ്ദേശം പോലീസിനോട് പോലീസ് ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഷൈൻ പറയുന്നത് താൻ അങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയതാണ്, പക്ഷേ അത് തനിക്കിപ്പോൾ പോകാൻ താല്പര്യമില്ല. കുടുംബമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിലൊരു മറുപടി നൽകാമെന്നാണ് പോലീസിനോട് ഷൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോയി ഷൈനെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി പോലീസിനുണ്ട്. കാരണം അങ്ങനെ പോലീസിന്റെ ഒരു നീക്കം ആ രീതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പം ഷൈന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് 2 അക്കൗണ്ടുകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. അതിൽ ലഹരി ഇടപാടിന് വേണ്ടി ആർക്കൊക്കെയാണ് പണം നൽകുന്നതെന്നാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. ആ അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം സംശയമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ പണം നൽകിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്കും കടക്കാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഷൈനെ നാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ നൽകിയ മൊഴികളിലൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ. മറ്റൊരു കാര്യം, മാധ്യമങ്ങളെയും രൂക്ഷമായി ഷൈൻ വിമർശിച്ചിട്ടുണ്ട്. പോലീസിനോട് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നുണ്ട്, തന്റെ സ്വകാര്യ ജീവിതത്തിലൊക്കെ അനാവശ്യമായി മാധ്യമങ്ങൾ കയറുന്നു എന്ന ഒരു വിമർശനം മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ ഷൈൻ ടോം നൽകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷൈനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സജീറിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, സജീറിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. ഷൈന് നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഷൈനുമായി എങ്ങനെയാണ് ഇയാൾക്ക് പരിചയമെന്നും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ആലപ്പുഴയിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും പിടിയിലായ യുവതിയുമായി തനിക്ക് പരിചയമുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും സിനിമാ മേഖലയിൽ ഒന്നടങ്കം ഒരു പരിശോധന, അല്ലെങ്കിൽ ഷൈന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഗൂഢാലോചന, ലഹരി ഇടപാട്, സാമ്പത്തിക ഇടപാട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷൈനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവ് ശേഖരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും ചോദ്യം ചെയ്തായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസും എത്തുന്നത്. വിൻസി അലൂഷ്യസ് നടത്തിയ പരാമർശം തള്ളുകയാണ് സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ. ഷൈനു വേണ്ടി താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് യൂജിൻ ജോസ് ചിറമേൽ പറഞ്ഞു. വിൻസി പറഞ്ഞതുപോലെ ഷൂട്ട് മുടങ്ങിയിട്ടില്ലെന്നും സംവിധായകൻ പറഞ്ഞു. അല്ല, താങ്കൾ ക്ഷമ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അല്ലേ? താങ്കൾ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഷൈനു വേണ്ടി വിൻസിയോട് ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഷൈൻ ലഹരി ഉപയോഗിച്ചാണ് വരുന്നത് എന്നുള്ള കാര്യം, അതാണല്ലോ വിൻസിയെ അൺകംഫർട്ടബിൾ ആക്കിയത്, വിൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഷൈൻ ലഹരി ഉപയോഗിച്ച് വരുന്നതാണല്ലോ. അങ്ങനെ ഒരു പരാതി താങ്കളോട് പറഞ്ഞിട്ടില്ല എന്നാണോ? ലഹരി ഉപയോഗിച്ചാണ് ഇയാൾ ഈ സെറ്റിൽ വരുന്നത്, ഇയാളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒന്നും വിൻസി പറഞ്ഞിട്ടില്ല എന്നാണോ? ഷൈൻ ലഹരി ഉപയോഗിച്ച് വരുന്നു എന്നുള്ള രീതിയിലൊന്നും ആരും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആര് ഉപയോഗിച്ചിട്ടാണോ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു. എൻ്റെ മുമ്പിൽ ആര് ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ച് പോയിട്ടുള്ളത്.
45 ദിവസത്തെ ഷൂട്ടിംഗ് 39 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അത് വളരെ കൃത്യമായി അച്ചടക്കത്തോടു കൂടിയും ചിട്ടയോടുകൂടിയും ഷൂട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ നടീനടന്മാർ എന്നോട് സഹകരിച്ചത് കൊണ്ടും മാത്രമാണ് അത് തീർന്നത്. യൂജിൻ്റെ അടുത്തൊരു ചോദ്യം. യൂജിൻ, ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ലഹരി ഉപയോഗിച്ചിട്ട് കണ്ണ് ബൾജ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. ശരിയാണോ? എൻ്റെ സെറ്റിൽ ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 45 ദിവസത്തെ ഷൂട്ട് 39 ദിവസത്തിൽ ഞാൻ ഷൂട്ട് തീർത്തു. ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല. ഇല്ല. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, വിൻസി അലോഷ്യസ് ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് വിൻസി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അത് ഈ നടൻ സെറ്റിൽ ഉണ്ടാക്കിയിരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് വിൻസി പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: എനിക്ക് മാത്രമല്ല, അവിടെ എല്ലാവർക്കും മനസ്സിലായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ കണ്ണ് വീങ്ങി ഷൂട്ട് മുടങ്ങുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതെല്ലാം വിൻസി പറഞ്ഞതാണ്. പക്ഷേ സംവിധായകൻ ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ഷൂട്ട് മുടങ്ങിയിട്ടില്ല, ആരും പരാതി പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്ന് അറിഞ്ഞിട്ടേ ഇല്ല എന്നതാണ്. വിൻസിയുടെ മുൻപ് പറഞ്ഞ പ്രസ്താവനകൾ വെച്ച് പറയുമ്പോൾ യൂജിന്റെ ഈ വാക്കുകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീജ, അത് തന്നെയാണ്. സംവിധായകൻ യൂജിനും ബാക്കിയുള്ളവർ, നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തി. അതിനുശേഷം നമ്മുടെ ചർച്ചയിൽ തന്നെ സംവിധായകൻ യൂജിനും വന്ന് പറയുമ്പോൾ വിൻസിയെ ഒറ്റപ്പെടുത്തുകയാണെന്നുള്ള രീതിയിലേക്ക് തന്നെ ഒരു വ്യാഖ്യാനം മാറുകയാണ്. കാരണം വിൻസി പറഞ്ഞ കാര്യങ്ങളിലോട് ഒരു യോജിപ്പും സംവിധായകൻ പ്രകടിപ്പിക്കുന്നില്ല. മാത്രമല്ല, കുറച്ച് ചോദ്യങ്ങളും വിൻസിയോട് നിർമ്മാതാവും ഇതിന് ചിത്രത്തിലെ സംവിധായകനും ചോദിക്കുന്നുണ്ട്. അതായത് അവരുന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം നിർമ്മാതാവ് ചോദിക്കുന്നത് ഈ ഷൂട്ട് കഴിഞ്ഞ ഡിസംബറിലാണ്, പക്ഷേ വിൻസി ഇപ്പോഴാണ് പരാതിയുമായി വരുന്നത് എന്നുള്ളൊരു ചോദ്യം നിർമ്മാതാവ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വരുന്നൊരു മറ്റൊരു ചോദ്യം, വിൻസിക്ക് ആരോടെങ്കിലും പരാതി പറയാമായിരുന്നു? ഞങ്ങളുടെ സെറ്റിൽ ICC ഉണ്ടായിരുന്നു, അതിൽ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല വിൻസി എന്നുള്ള ചോദ്യങ്ങളാണ് വിൻസിക്ക് നേരെ ഇവർ ഉയർത്തുന്നത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് വിൻസി ഉയർത്തുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സംവിധായകൻ. അതോടൊപ്പം തന്നെ ഷൈനെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, പക്ഷേ ഷൈൻ മാത്രമല്ല, സെറ്റിൽ ആരും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സംവിധായകൻ പറയുകയും ചെയ്തത്. അങ്ങനെ ഇതാണ് സംവിധായകന്റെ വാചകം. അതോടൊപ്പം തന്നെ നിർമ്മാതാവിൻ്റെയും വാക്കുകൾ ഇങ്ങനെയാണ്. പ്രധാനമായും വിൻസി ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് ഷൈൻ്റെ ഈ ഒരു ചെയ്തി, അതായത് ഈ ലഹരി ഉപയോഗിച്ചു കൊണ്ടുവരുന്നത് സെറ്റിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ചിത്രത്തിലെ സംവിധായകൻ പറയുന്നത് അത് ലഹരി മുക്തമായിരുന്ന സെറ്റാണ്. ആരും ചിത്രത്തിലെ ആരും തന്നെ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതായി വന്നിട്ടുള്ള ICC ഉൾപ്പെടെ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളതാണ് സംവിധായകൻ്റെയും വാക്കുകൾ. പക്ഷേ കൃത്യമായി ഇവിടെ വിൻസിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സംവിധായകൻ എന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു പരാതിയും തനിക്കോ തൻ്റെ സഹപ്രവർത്തകർക്കോ ഉന്നയിച്ചിട്ടില്ല, വിൻസി പോയി പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സംവിധായകൻ പറയുന്നത്. മാത്രമല്ല, ഷൂട്ട് ഡിസംബറിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തിനാണ് ഇത്രയും വൈകിയത് വിൻസി പരാതിയുമായി ബന്ധപ്പെടുത്ത പുറത്തേക്ക് പറയാൻ എന്നുള്ളത് പറയുന്നു. നാളെ ഫിലിം ചേംബറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, 21-ാം തീയതി. അതായത് നാളെ ഫിലിം ചേംബറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഈ പ്രശ്നം കൃത്യമായ രീതിയിൽ ആ മീറ്റിംഗിൽ സംസാരിക്കും, പറയുമെന്ന് സംവിധായകൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് സിനിമയുടെ ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നുമല്ല. കാരണം ഈ പരാതി ഉന്നയിച്ച ഉടൻ തന്നെ വിൻസി പരാതിയുമായി രംഗത്തെത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം സൂത്രവാക്യം എന്ന സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ അണിയർ പ്രവർത്തകർ പുറത്തുവിടുകയായിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്നൊരു തരത്തിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് ഒരു ഭാഗത്തുകൂടെ സംവിധായകൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ വിൻസി ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും തന്നെ സംവിധായകനോ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ കൂട്ടു നിൽക്കുന്നില്ല. പക്ഷേ അവസാനം ഇതെല്ലാം ചോദിക്കുമ്പോഴും പറയുന്നത് ഞങ്ങൾ വിൻസിക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇതിന് അണിയർ പ്രവർത്തകർ പറയുന്നത്. പക്ഷേ വിൻസി ഉന്നയിച്ച ആരോപണങ്ങളിൽ ചോദ്യം ചെയ്യുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ വിൻസി ഉന്നയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും സെറ്റിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്ക് അനുഭവമില്ല, തൻ്റെ അസിസ്റ്റൻസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കോ വിൻസി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുമില്ല. മാത്രമല്ല, 4 മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് തീർന്ന ചിത്രമാണ്. അതോടൊപ്പം തന്നെ 45 ദിവസങ്ങൾക്ക് പ്ലാൻ ചെയ്തിരുന്ന സിനിമ 39 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷൂട്ട് തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു നടന് വേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സെറ്റിൽ വൈകുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതും ഈ ടീമിലെ ആളുകൾ മാധ്യമപ്രവർത്തകരോട് പ്രസ് മീറ്റിൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മലയാള സിനിമയിൽ ആർക്കും മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അസത്യമാണെന്ന് പ്രശസ്ത നടി ഉർവശി. സത്യം തുറന്നു പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. കൺസെന്റോടെ കാര്യങ്ങൾ നടക്കുന്നതും ബലപ്രയോഗവും രണ്ടാണ്. അത് മനസ്സിലാകാത്തപ്പോഴാണ് പരാതികൾ ഉയരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താരസംഘടനയടക്കം ശക്തമായ നിലപാടെടുക്കണമെന്ന അഭിപ്രായത്തിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ലെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18 Q18 ഉർവശിയുടെ പ്രതികരണം. ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടുതലും ഇവിടെയാണ്, പുറത്തല്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയേ ഉള്ളൂ. അത് ഒരു ചോദ്യം ചോദിക്കും,
എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല, ഇവിടെ നിന്നും ആരും അങ്ങനെ പെരുമാറാറില്ല എന്ന് പറയുന്നതൊരു മോശം ഉത്തരമാണ്, അസത്യവുമാണ്. സിനിമയിലുള്ളവരെ കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിർന്ന് തുപ്പുന്ന പോലെ ആവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും. ഞങ്ങൾക്കും ഇല്ലേ പ്രണയങ്ങൾ, വിചാരവികാരങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ? അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ. ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത്, ഇങ്ങനെ എന്താ പറയുക സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊരു പരിഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നോട് നേരിട്ടാരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരം ഇതാണ്. എന്നെയാണ് ഉർവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ല. പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിടപഴകി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും താല്പര്യമുള്ളെങ്കിൽ ആർക്കും പരാതിയില്ല. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തിത്വത്തോടു കൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും, ഒരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കും. അല്ലാതെ ഈ പഴപഴ കൊടപഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക. ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ടെടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഉർവശിയുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഈ ബുള്ളറ്റിന് ശേഷം 9:30 കാണാം. ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ലോകം. ഉയിർപ്പിന്റെ പ്രതീക്ഷയിൽ വിശ്വാസികൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഉയിർപ്പിന്റെ ശുശ്രൂഷകൾ നടന്നു. ലോകത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് പ്രത്യാശയാണെന്നും പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ കാണാൻ കഴിയണമെന്നും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോ പറഞ്ഞു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉത്തമ ഗീതത്തിൽ മണവാളനും മണവാട്ടിയുടെയും ചെവികളിൽ മന്ത്രിക്കുന്ന വചനം ഇപ്രകാരമാണ്: പ്രേമം അഥവാ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഉയിർത്തെഴുന്നേൽപ്പ് തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലെ ഞങ്ങളോട് സഹകരിക്കാൻ ഇത് ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ള സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കോട്ടയം വാഴൂർ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പ്രദക്ഷിണത്തിന് മലങ്കര സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയൂസ് ജോസഫ് കാതോലിക്ക ബാവയും ഈസ്റ്റർ സന്ദേശം നൽകി. അറിയാവുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ ഉയർപ്പ് കർമ്മങ്ങൾക്ക് ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നിരാശയ്ക്കപ്പുറമായിട്ടുള്ള, നിരാശയുടെ രാത്രി എത്ര വൈകിയാലും ആവർത്തിച്ച് പറയട്ടെ, പ്രത്യാശയുടെ പുലരി നിങ്ങൾക്കെല്ലാവർക്കുമായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാ ആശംസകളും എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും
വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ്. കർത്താവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് പറയുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തെ വഴി നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമ്മൾ വളരുകയാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തരമായ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനും ആ ജീവിതത്തിലേക്ക് ചെന്നെത്തുവാനുള്ളതായ പ്രത്യാശയുമായ ഒരു വഴി നടത്തുന്നു. സ്വർഗീയമായ യാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈ തികഞ്ഞ പ്രത്യാശയിൽ വളരുന്നതായ സമയത്ത് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവേദ്യമായി തീരുന്നു. ആ പ്രത്യാശ ജീവിക്കുവാൻ ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവും ഉള്ള പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ മംഗളകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന പ്രത്യാശ വേണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഈസ്റ്ററിനോടനുബന്ധിച്ച് അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും നടത്തി വന്നിരുന്ന സ്നേഹയാത്രയ്ക്ക് പകരം ഇത്തവണ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുകയാണ് ബി.ജെ.പി. നേതാക്കൾ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർദ് ഫൊറോന പള്ളിയിലെത്തി കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പുത്തൻപള്ളിയിലും ഒല്ലൂർ മേരിമാതാ പള്ളിയിലും സന്ദർശനം നടത്തി. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ജില്ലാ അധ്യക്ഷന്മാർക്ക് ബി.ജെ.പി. നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, മുൻപ് ഈസ്റ്റർ ദിവസം സ്നേഹയാത്രയായിരുന്നു, അത് വീടുകളിലേക്കും അരമനകളിലേക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വിസിബിളായ ഒരു സ്ഥലത്തേക്ക്, ആളുകൾ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ബി.ജെ.പി. നേതാക്കൾ. എന്താണ് ഈ ദിവസത്തെ ഈ സന്ദർശനം കൊണ്ട് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്? എവിടെയൊക്കെ ആരൊക്കെ പോയിട്ടുണ്ട്? ഷുജ, നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ ഈ കാർഡുകൾ പ്രിന്റ് ചെയ്ത് അങ്ങനെയുള്ള ഭവനങ്ങളിൽ, ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ബി.ജെ.പി. നേതാക്കൾ എത്തുന്ന ഒരു രീതിയായിരുന്നു. അത് എല്ലാ
ജില്ലകളിലും അത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കർദിനാൾ ആലഞ്ചേരിയെ സന്ദർശിച്ച ശേഷം രാജീവ് ചന്ദ്രശേഖർ ഇത്തരമൊരു ചോദ്യത്തിന് മറുപടി നൽകിയത് അതൊരു പ്രോസസ്സാണ്, അത് നടന്നു കഴിഞ്ഞു, പുതിയ തലത്തിലേക്ക് പോവുകയാണ് എന്ന കാര്യമാണ്. പാർട്ടി ക്രൈസ്തവ മേഖലയുമായി, അങ്ങനെ ആ വിശ്വാസികളുമായി അടുക്കുന്ന തരത്തിൽ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇതിനെ വിലയിരുത്തണം. ഏതായിരുന്നാലും സൗഹാർദ്ദപരമായ ഒരു സന്ദർശനം, ആ ഒരു സ്നേഹം പങ്കിടൽ, അത് മാത്രമായിരുന്നു. രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തില്ല എന്ന് ആലഞ്ചേരിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും പറയുന്നു. പക്ഷേ മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കിരൺ റിജിജു അദ്ദേഹം കേന്ദ്രമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് അത് പോസിറ്റീവായാണ് അതിനെ കാണുന്നത്, അതിന്റെ നല്ല വശമാണ് താൻ മനസ്സിലാക്കുന്നത്. ഇവിടെ UDFും LDFും അതിനെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. മാധ്യമങ്ങൾ അതിന് പിറകെ പോകരുത്. ഈ നിയമപ്രശ്നങ്ങൾ, ഇപ്പോൾ നടക്കുന്ന സുപ്രീം കോടതിയിലെ നടപടികളുണ്ട്, അത് പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഇത് ജനങ്ങൾക്ക് അനുകൂലമാകുന്നു. മുൻപത്തെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തുള്ള, അല്ലെങ്കിൽ സ്വന്തം ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ഇത് മാറും എന്ന കാര്യം താൻ പ്രതീക്ഷിക്കുന്നു. ആലഞ്ചേരിയുടെ വാക്കുകളും വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം BJP നേതൃത്വത്തെയോ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയോ സംസ്ഥാനത്തെ BJP ഘടകത്തെയോ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു പരാമർശമോ ആ തരത്തിലുള്ള വാക്കുകളോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മറിച്ച് അദ്ദേഹവും ഇതിനെ പോസിറ്റീവായി കാണുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. സുപ്രീം കോടതിയിലെ നടപടികളുണ്ട്, അത് കഴിയുമ്പോൾ അത് കാര്യങ്ങൾ നടപ്പിലായി വരുമ്പോൾ അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന തരത്തിലുള്ള ഒരു പ്രത്യാശയാണ് ആലഞ്ചേരിയും പ്രകടിപ്പിച്ചത്. അതേസമയം അദ്ദേഹം കൈക്കൊണ്ട മറ്റൊരു നിലപാട്, രണ്ട് സർക്കാരുകളും ആ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കാര്യം കൂടി ആലഞ്ചേരി പറഞ്ഞു വെച്ചു. ശ്രീജ, വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് തീരുമാനിക്കേണ്ട എന്ന നിലപാടിലാണ് CPM. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കം നടക്കുന്ന സാഹചര്യത്തിൽ കാത്തിരിക്കാമെന്നതാണ് CPMന്റെ തീരുമാനം. അത് ആ തർക്കങ്ങളെ പരമാവധി മുതലെടുക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കാനാണ് നേതൃത്വത്തിലെത്തിയിട്ടുള്ള ധാരണ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDFിൽ സമവായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, തർക്കവും രൂക്ഷമാണ്. സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ആര്യാടൻ ഷൗക്കത്തും V ജോയും തമ്മിലുള്ള മത്സരം പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അൻവറിന്റെ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും CPM വിലയിരുത്തുന്നു. അതുകൊണ്ട് കാത്തിരിക്കാനാണ് CPM തീരുമാനം. അവര് പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് UDF ആരെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിലെന്തോ സംശയം? പാർട്ടി ചിഹ്നത്തിൽ മാത്രമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാധ്യതകളും CPM പരിശോധിക്കുന്നുണ്ട്. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടക്കും. അതിനു മുമ്പ് തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. പാർട്ടി തലത്തിൽ CPMഉം CPIയും മണ്ഡലം കൺവെൻഷനുകളുടെ തീയതിയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി IPL വിശേഷങ്ങൾ നോക്കാം. IPLൽ ഇന്ന് സൂപ്പർ പോരാട്ടത്തിന്റെ ദിവസമാണ്. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സിനെ നേരിടും. കഴിഞ്ഞ ദിവസം ഇരു ടീമും നേർക്കുനേർ വന്നപ്പോൾ വിജയം പഞ്ചാബിനൊപ്പമായിരുന്നു. ജയം ആവർത്തിച്ചാൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബിന് 1ാം സ്ഥാനത്തെത്താം. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. അവസാന സ്ഥാനത്തുള്ള ചെന്നൈക്ക് ജയം അനിവാര്യമാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. രാവിലെയുടെ സമയം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ നിർത്തുകയാണ്. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നടി ഉർവശിയുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖം കാണാം Q18-ൽ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. വരും ദിവസങ്ങൾ പ്രത്യാശയുടേതും സന്തോഷത്തിന്റേതും സമാധാനത്തിന്റേതും ആകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.